ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തിരുനാളുകളുടെ തിരുനാളായ ഉയിർപ്പ് തിരുനാൾ നാം ആചരിക്കുകയാണ്. ക്രൈസ്തവ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ഉയിർപ്പ് തിരുനാൾ. ഉയിർപ്പ് തിരുനാളിൽ ഒരുങ്ങുന്ന തലേ ദിവസം മുഴുവനും ജാഗരണം. ആ ജാഗരണത്തിൻ്റെ രാത്രിയെ മഹാജാഗരണ രാത്രി എന്നാണ് സെന്റ് അഗസ്റ്റിൻ വിശേഷിപ്പിച്ചിരുന്നത്. ഏറ്റവും വലിയ ജാഗരണങ്ങളെല്ലാം മാതാവ് ആണ്. ഈശോ ഉയർക്കുന്നു. ആ ഉയർപ്പിനുള്ള ഒരുക്കത്തിനായി ഈശോ ഉയർപ്പിനെ കുറിച്ചുള്ള ആ പ്രതീക്ഷയുടെ ദിനമായിട്ടാണ്. ഈശോയുടെ ഉയർപ്പിനെ കുറിച്ചുള്ള സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇത് തന്നെ സമവീക്ഷണ സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം, സാബത്ത് ശനിയാണെങ്കിൽ ആഴ്ചയുടെ 1-ാം ദിവസം ഞായറാഴ്ചയാണ്. ഈശോ ഉയർക്കുന്ന ദിവസം ആഴ്ചയുടെ 1-ാം ദിവസം എന്ന് വിളിക്കും. ഈശോ പറയുന്നുണ്ട്, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഞായറാഴ്ചയുടെ മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ 8-ാം ദിവസം കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ഞായറാഴ്ചയുടെ മറ്റൊരു പേരാണ്. ലാറ്റിൻ ഭാഷയിൽ ഡൊമിനിക്ക കർത്താവിൻ്റെ ദിവസം എന്ന പേരിടുന്നുണ്ട്. റോമൻ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും റോമനിൽ അതിന് ദ ലോർഡ്സ് ഡേ, കർത്താവിൻ്റെ ദിവസം, അതിന് സൺഡേ എന്ന പേര് വരികയും സൂര്യൻ്റെ ദിവസം, അങ്ങനെ വളരെ പ്രത്യേകമായ പേരുകളോടുകൂടിയാണ് ഈ ഈശോയുടെ ഉയർപ്പിൻ്റെ തിരുനാൾ ആചരിക്കുന്നത്. ഓരോ ഞായറാഴ്ച ദിവസവും വാസ്തവത്തിൽ ഈശോയെ പ്രതീക്ഷിക്കുന്ന ഈശോയുടെ ഉയർപ്പായിട്ടാണ്. അതായത് ഒരു പോർട്ടബിൾ ഈസ്റ്റർ, സഞ്ചരിക്കുന്ന ഉയർപ്പ് തിരുനാൾ. ഓരോ ഞായറാഴ്ചയും ഈശോ ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, ഈശോ പ്രത്യക്ഷപ്പെടുന്നു, ഈശോ സന്നിഹിതനാകുന്നു. മരിച്ചവരുടെ ഇടയിൽ അവനെ അന്വേഷിക്കേണ്ട, അവൻ ജീവിക്കുന്നവരിടയിലാണ്. കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ ഈശോയുടെ ഉയർപ്പ് ലോകത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച വലിയ മഹത്തായ ഒരു സത്യമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലതാണ് ഈശോയുടെ ഉയർപ്പ്. ഇല്ലെങ്കിൽ നാം മരിച്ചവരുടെ ഉയർപ്പില്ല, നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. ഈശോയുടെ ഉയർപ്പില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ, ജീവിക്കുന്നവനായ ഈശോ. അതുകൊണ്ടാണ് തിരുനാളുകളുടെ തിരുനാൾ എന്ന് പറയുന്നത്. ഈ ഉയർപ്പിന് മുമ്പുള്ള ആ ജാഗരണം അതൊരു ദിവസമായിരുന്നു. പിന്നീട് 3 ദിവസം, ത്രിദിവം എന്ന് പറയും, 3 ദിവസമായി. പിന്നീട് ഒരാഴ്ചയായി. പിന്നീട് 40 ദിവസത്തെ ഉപവാസത്തോട് ചേർന്ന് അങ്ങനെയാണ് ഈ നോമ്പുകാലം, വലിയ നോമ്പുകാലം മുഴുവനും ഈശോയുടെ ഉയർപ്പിനുള്ള ഒരുക്കമായി മാറിയത്. ഈശോ മിശിഹായുടെ ആ ഉയർപ്പ് സംഭവിച്ചത് എങ്ങനെയാണ്? മറ്റേ മറിയവും ശൗലിനെ സന്ദർശിക്കുവാൻ സുഗന്ധതൈലങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ മരണസമയത്തുണ്ടായതുപോലെ തന്നെ ഉയർപ്പിനും വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നൽപ്പിണർ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞ് പോലെ. അപ്പോൾ ഒരു തിയോഫനി, ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷീകരണമാണ് അവർക്ക് അനുഭവപ്പെട്ടത്. കർത്താവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിന്നിരുന്ന് നമുക്കറിയാം. ഉയർക്കുമെന്ന് ഭയന്ന് കർത്താവിൻ്റെ ശത്രുക്കൾ കർത്താവിൻ്റെ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതെല്ലാം തകർത്തുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനാണ് സത്യമെന്ന് പ്രഘോഷിച്ച ഈശോയെ കല്ലുകൊണ്ട് തൽക്കാലത്തേക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. സത്യത്തെ കുഴിച്ചു മൂടാൻ സാധിക്കുകയില്ല. ഞാനാണ് പ്രകാശം, വിളക്ക് കൊളുത്തി പറയും കീഴിൽ വയ്ക്കാം ഇല്ല എന്ന് പറയുകയില്ലേ അത് കർത്താവിൻ്റെ പ്രകാശത്തെ ഒരിക്കലും അന്ധകാരത്തിൽ തടച്ചിടാൻ സാധിക്കുകയില്ല. കർത്താവ് പ്രകാശമാണ്, കർത്താവ് ജീവനാണ്, മരണത്തിൽ പ്രകാശിക്കുന്ന ജീവൻ. അതുകൊണ്ട് കർത്താവിൻ്റെ ആ ജീവൻ വെളിപ്പെടുന്ന ഒരു അനുഭവമാണത്. കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെയായി. ഈശോ ഉയർക്കുമ്പോൾ ഈശോയുടെ ശത്രുക്കൾ അവരെല്ലാം വിറവുകൊണ്ടും അവസ്ഥയാണ്. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ഈശോയാണ് നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഇവിടെയില്ല, അവൻ അരുളി ചെയ്തതുപോലെ ഉയർപ്പിക്കപ്പെട്ടു. അപ്പോൾ ദൂതൻ പറഞ്ഞ, അതായത് മാലാഖ പറയുന്നതിനാണ് ഏഞ്ചൽ, എവാങ്കേലിയോൻ, യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് ഇതാണ്. ഈശോ ഉയർപ്പിക്കപ്പെട്ടു, അവൻ നിങ്ങൾക്ക് മുമ്പേ അവൻ ഗലീലയിലേക്ക് പോകും. പിന്നീട് അവർ കല്ലറ വിട്ട് വലിയ സന്തോഷത്തോടു കൂടി ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ പോയി. അപ്പോൾ ഈശോ എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരങ്ങളോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ഈശോ, ഉയർപ്പിൻ്റെ ആ വലിയ സന്ദേശം അതെന്താണ് നമുക്ക് നൽകുന്നത്? ഈശോ ജീവിക്കുന്നു, കർത്താവ് കൂടെയുണ്ട് എന്നുള്ള അനുഭവമാണ്. അതായത് സുവിശേഷത്തിൽ ഇപ്പോഴും പറയുന്ന കർത്താവ് അമ്മനുവേൽ, ദൈവം നമ്മോടുകൂടെ, അവസാന വാക്യങ്ങളിൽ തന്നെ പറയുന്നതാണ്, യുഗാന്തം വരെയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മത്തായി 28:20. ഈശോ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈശോ, അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അത് ലേഖനത്തിൽ പറയുന്നു. യെശയ്യായുടെ പുസ്തകം
ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അത് കർത്താവിൻ്റെ ഉയിർപ്പിൻ്റെ ഒരു സൂചനയായിട്ടാണ്. ഉറങ്ങുന്നവനെ ഉണരുക, നിദ്ര വിട്ടുണരുക എന്നൊക്കെ പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ ഉയിർപ്പിൽ, ആ ഉയിർപ്പിൻ്റെ പ്രകാശം അത് ശോഭിക്കുന്നു. ഇനി പകൽ സൂര്യനായിരിക്കുകയില്ല നിനക്ക് പ്രകാശം നൽകുന്നത്, പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല, കർത്താവായിരിക്കും നിൻ്റെ പ്രകാശം. യെശയ്യാ 60:19. നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം, നിൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, അസ്തമിക്കാത്ത സൂര്യനെ പോലെ പ്രകാശം നൽകും. നിൻ്റെ ചന്ദ്രൻ മറയുകയില്ല, കർത്താവ് നിത്യപ്രകാശമാകുന്നു. അപ്പോൾ പ്രകാശത്തിൻ്റെ ഒരു തിരുനാളായിട്ടാണ് കർത്താവിൻ്റെ ആ വിളക്ക് കത്തിക്കുന്ന കർമ്മങ്ങൾ പല ആരാധനാക്രമങ്ങളിലും ഉണ്ട്. കർത്താവിൻ്റെ പ്രകാശം ആണ് പാസ്കൽ ലാമ്പെന്ന് പറയുന്നത്. ഒരിക്കലും അണയാത്ത നീതിസൂര്യനായ കർത്താവിൻ്റെ പ്രകാശം. അതുകൊണ്ട് ഈശോയുടെ ഈ ഉയിർപ്പ് തിരുനാൾ നാം ആചരിക്കുമ്പോൾ ആ ഉയിർപ്പ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുവാങ്ങുന്ന ഒരു യാഥാർത്ഥ്യമായി മാറുന്നത് എപ്പോഴാണ്? ഈശോയുടെ മരണത്തിലും ഉയിർപ്പിലും പങ്കുചേരുന്നതാണ് മാമോദീസ. അതുകൊണ്ട് മാംസം സ്വീകരിക്കുമ്പോൾ നാം ഈശോയോടുകൂടി മരിച്ചെങ്കിൽ നമ്മൾ ഈശോയോടുകൂടി നാം ജീവിക്കുന്നു. അതാണ് റോമാലേഖനം 6-8 അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ ഭരിക്കത്തക്ക വിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തെ ഭരണം നടത്താൻ ഇടയാകരുത്. മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകളാകരുത്, ജീവനിലേക്ക് നയിക്കുന്നവരാണ്. അപ്പോൾ ഈശോ മിശിഹായുടെ ഉയിർപ്പ് നാം ജീവിതത്തിൽ ധരിക്കുന്ന, ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആദിമസഭയിൽ 2 തരം വിവരണങ്ങൾ ഉള്ളതായിട്ട് ഉയിർപ്പിനെക്കുറിച്ച് ഉള്ളതായി ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്. ഒന്ന് ഔദ്യോഗിക പാരമ്പര്യങ്ങളാണ്. അതായത് കൺഫെഷണൽ ട്രഡീഷൻ എന്ന് പറയും. അതായത് ഔദ്യോഗികമായ സഭ പഠിപ്പിക്കുന്ന പത്രോസിൻ്റെയും അതുപോലെ തന്നെ പൗലോസിൻ്റെയും ഔദ്യോഗികമായ പ്രബോധനങ്ങൾ, ഈശോയുടെ ഉയിർപ്പിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ. അതുകൊണ്ടാണ് ഈശോയുടെ ഉയിർപ്പ് അത് സ്ഥിരീകരിക്കുന്നത് ശിഷ്യന്മാരാണ്. അതോടൊപ്പം തന്നെ അതിന് സമാന്തരമായി നറേറ്റീവ് ട്രഡീഷൻ എന്ന് പറയും. അതായത് വിവരണങ്ങളിലൂടെ ആ നറേറ്റീവ് ട്രഡീഷൻ മുഴുവനും കൂടുതലും അത് അവതരിപ്പിക്കുന്നത് സ്ത്രീജനങ്ങളാണ്. ഇന്നത്തെ 2ാമത്തെ വായനയിൽ ഹന്നായുടെ കീർത്തനം ഒരു നറേറ്റീവ് ട്രഡീഷനാണ്. ഇന്നത്തെ സുവിശേഷത്തിലും നമുക്കറിയാമല്ലോ, ഈശോയുടെ ശരീരം സുഗന്ധം പൂശുവാൻ ചെല്ലുന്നത് സ്ത്രീജനങ്ങളാണ്. അപ്പോൾ ഈ ഹന്നായുടെ ആ ദർശനം അതിൽ പറയുന്നു, ഹന്ന പ്രാർത്ഥിക്കുന്നു. 1 സാമുവേൽ 2-6 കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു, അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടുന്ന് കയറ്റുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവ് ദരിദ്രനെ ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അപ്പം ജീവൻ എടുക്കുകയും കൊടുക്കുകയും പാതാളങ്ങളിലേക്ക് ഇറക്കുകയും അവിടുന്ന് കയറ്റുകയും ചെയ്യുമെന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു നറേറ്റീവ് ട്രഡീഷനാണ്. സ്ത്രീജനങ്ങളിലൂടെ കർത്താവിൻ്റെ ഉത്ഥാനം പ്രവചിക്കുന്ന ഒന്നാണ്. ഈശോ മിശിഹായുടെ ഉയിർപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുവാങ്ങുന്നത് മാമോദീസായിലൂടെയാണ്. നമ്മൾ ഉയിർപ്പിൻ്റെ മക്കളാണ്. പ്രത്യാശ, ഉയിർപ്പിലുള്ള പ്രത്യാശയുടെ കുർബാനയിൽ പ്രത്യേകിച്ച് അതായി മാറിയുടെ അനാഫറ ഇതിൽ പ്രത്യേകമായിട്ട് നാം ചൊല്ലുന്നതാണ്. നാം കർത്താവിനോടുകൂടി എന്നേക്കും ജീവിക്കും, മരണം കൊണ്ട് അവസാനിക്കുകയില്ല. പലപ്പോഴും പ്രത്യാശ അറ്റയൊരു ജീവിതമാണ്. നമ്മൾ കാണുന്ന വാർത്തകൾ, നിസ്സാര കാരണങ്ങൾ കൊണ്ട് ജീവിതം, കുഞ്ഞുങ്ങളെയും കൊന്ന് നദിയിൽ ചാടുന്നു, ആത്മഹത്യ ചെയ്യും, തൂങ്ങിച്ചാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ്? പ്രത്യാശ നഷ്ടപ്പെടുകയാണ്. പ്രത്യാശയില്ലാത്ത ലോകം ജീവിതത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. യഥാർത്ഥ പ്രത്യാശയാണ് ഈശോ നൽകുന്നത്. പാശ്ചാത്യ പാരമ്പര്യങ്ങളിൽ ഒരു പ്രത്യേകമായ ആചരണമുണ്ട്, ഫ്ലവറിങ് ക്രോസ് എന്ന് പറയും. അതായത് ഈ ദുഃഖവെള്ളിയാഴ്ച ഉപയോഗിച്ച ആ കുരിശ്, അത് വാസ്തവത്തിൽ കുരിശ് രൂപമല്ല, വെറും കുരിശാണ്. ലീഞ്ഞും ക്രൂച്ചിസ് എന്നാണല്ലോ. ഇതാ കർത്താവിൻ്റെ കുരിശ് മരമെന്നാണ്. അപ്പോൾ ആ കുരിശിൽ പൂക്കൾ കെട്ടി അലങ്കരിച്ച് ഒരു പൂക്കളുടെ ആകൃതിയാവുക കുരിശിന്. അതാണ് ഫ്ലവറിങ് ക്രോസ്. ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് മുതൽ ഉള്ള ഒരു പാരമ്പര്യമാണ്. പല ദേവാലയങ്ങളിലും, പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ ദേവാലയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് ഫ്ലവറിങ് ക്രോസ്. അതുപോലെ തന്നെ പാസ്കൽ ലാമ്പ്, അതായത് ഈശോയുടെ ആ തിരി കത്തിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശം, ആ ഉയിർപ്പിൻ്റെ പെസഹ ദീപം തിരി കത്തിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പാരമ്പര്യം പാശ്ചാത്യ സഭയിലുണ്ട്. പക്ഷേ നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സുറിയാനി പാരമ്പര്യങ്ങളിൽ പൂക്കൾ കുരിശിൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല, കുരിശ് തന്നെ പുഷ്പിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതാണ് നമ്മളുടെ മാർത്തോമാ ശ്ലീഹ. കുരിശിൻ്റെ അഗ്രം അത് കൂർത്തിരിക്കുന്ന മൂർച്ചയുള്ള കൂർത്ത അഗ്രങ്ങളല്ല, മറിച്ച് അതൊരു പൂവായി മാറി.
പരിശുദ്ധാത്മാവ് അവനെ ഉയിർപ്പിച്ചു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ആ കുരിശിൻ്റെ രൂപം തന്നെ മാറി. ഈശോ ഉയിർത്തെഴുന്നേറ്റു. അപ്പോൾ നമ്മുടെ കുരിശുകൾ, നമ്മുടെ സങ്കടങ്ങളെയെല്ലാം പുഷ്പങ്ങളാക്കി മാറ്റുന്നു കർത്താവിൻ്റെ ഉയിർപ്പ് എന്നുള്ള വലിയ പ്രത്യാശയുടെ ഒരു അടയാളമാണ് മാർത്തോമാ ശ്ലീഹ. അതിൽ നോക്കുമ്പോൾ നമ്മളുടെ വേദനകൾ, സങ്കടങ്ങളെല്ലാം പുഷ്പിക്കുകയാണ്. നാം ഇല്ലാതായി തകർന്നു പോവുകയല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ ഉയർപ്പാണ് ആ ഒരു പ്രതീകത്തിലൂടെ നമ്മൾ കാണുന്നത്. ഈശ്വമിശിഹായുടെ ശ്ലീഹ അത് പുഷ്പമായി മാറുകയാണ്, പുഷ്പിത ശ്ലീഹ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഉയർപ്പ്, അത് കർത്താവിൻ്റെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ പേറുന്നൊരു യാഥാർത്ഥ്യമാക്കി ഈശോയുടെ പ്രത്യാശയുടെ സന്ദേശം പകരുന്ന പ്രത്യാശ ദൂതന്മാരായി തീരുവാൻ, അതിൻ്റെ സുവിശേഷം, ഉയർപ്പിൻ്റെ സുവിശേഷം എങ്ങും പ്രഘോഷിക്കുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ദിനം നമുക്ക് ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.